മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് വിവാഹത്തിന് മുൻപ് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ കണ്ടെത്തി. 6 ദിവസങ്ങൾക്കു ശേഷം ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയ വിഷ്ണുജിത്തിനെ പോലീസ് മലപ്പുറത്തെത്തിച്ചു. സാമ്പത്തിക പ്രയാസം മൂലമുണ്ടായ സമ്മർദ്ദമാണ് നാടുവിടാൻ കാരണമെന്നാണ് വിഷ്ണുജിത്ത് പോലീസിന് നൽകിയ മൊഴി. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ നിർണായക നീക്കമാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ സഹായിച്ചത്. അഷ്കർ അലി നൽകും വിവരങ്ങൾ. അഷ്കർ, 6 ദിവസം നീണ്ടുനിന്ന സമ്മർദ്ദമാണ്, അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസങ്ങൾ കാരണമാണ് നാടുവിട്ടത് എന്നാണ് വിഷ്ണുജിത്ത് നൽകിയിട്ടുള്ള മൊഴി. പോലീസ് എന്താണ് പറയുന്നത്? ഇന്ന് വൈകുന്നേരത്തോടെയാണ്, ഏകദേശം 7:30 മണിയോടെയാണ് മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് വിഷ്ണുജിത്തിനെ എത്തിക്കുന്നത്. എന്തായാലും ഏറെ ദിവസത്തെ ആശങ്കകൾക്കും വിരാമമിട്ടുകൊണ്ട് വിഷ്ണുജിത്ത് സുരക്ഷിതമായി എത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ മാസം 4-ാം തീയതി വൈകുന്നേരത്തോടെയാണ് വിഷ്ണുജിത്തിനെ കാണാതാകുന്നത്. അവസാന സമയം വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ വിവാഹത്തിനാവശ്യമായ പണം സംഘടിപ്പിക്കാൻ താൻ പാലക്കാട് എത്തിയതാണെന്നും പാലക്കാട് ഉണ്ട് എന്നുള്ള കാര്യവും കുടുംബത്തെ അറിയിച്ചിരുന്നു. പിന്നീട് തൊട്ട് പിന്നാലെ തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും വിഷയത്തിനെ കാണാതാവുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ച നിർണായക ഒരു വിവരം എന്ന് പറയുന്നത് ഒരു CCTV ദൃശ്യമായിരുന്നു പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും. പിന്നീട് കോയമ്പത്തൂരിലേക്ക് വിഷ്ണുജിത്ത് പോയതായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് 10 അംഗ സംഘത്തെ മലപ്പുറം DYSPയുടെ മേൽനോട്ടത്തിലായി അല്ലെങ്കിൽ നേതൃത്വത്തിലായി ഒരു സംഘത്തെ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിഷ്ണുവിൻ്റെ തിരോധാനം അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം 8-ാം തീയതി വിഷ്ണുവിൻ്റെ കല്യാണം നടക്കേണ്ട ദിവസവും വിഷ്ണുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് ഈ സംഘം തുടർച്ചയായി നടത്തിയ പോലീസിനെ കൃത്യമായ ഇടപെടലിനൊടുവിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിഷ്ണുജിത്തിനെ കണ്ടെത്തി നാട്ടിലെത്തിക്കാൻ സാധിച്ചിരിക്കുന്നത്. വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ വെച്ചുകൊണ്ടാണ് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചത്. അതിൽ ഏറ്റവും നിർണായകമായത് വിഷ്ണുവിനെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെയായിരുന്നു. എന്തായാലും വിഷ്ണുജിത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതുമൂലമുണ്ടായ സമ്മർദ്ദങ്ങൾ തന്നെയാണ് വിഷ്ണുവിനെ നാട് വിട്ടുപോകാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാധ്യമങ്ങളെ കണ്ട വിഷ്ണുജിത്ത് ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. വിഷ്ണുജിത്തിൻ്റെ കുടുംബം തന്നെ പറയുന്നത് അവസാന ഘട്ടത്തിൽ വിവാഹത്തിൻ്റെ താലിമാലയും ഉൾപ്പെടെ ചില കാര്യങ്ങൾ വാങ്ങുന്നതിന് പണം ആവശ്യമായി വന്നിരുന്നു. പക്ഷേ അതിനുള്ള പണം തൻ്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നായിരുന്നു വിഷ്ണുജിത്ത് കുടുംബത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിലുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും ഉത്തരവാദിത്വവും ഇല്ലെങ്കിൽ അതിൻ്റെ സമ്മർദ്ദങ്ങളുമൊക്കെയാണ് വിഷ്ണുജിത്തിന് ഇത്തരത്തിൽ നാട് വിട്ടുപോകാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ വിഷ്ണുജിത്ത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച വിഷ്ണുജിത്തിനെ മെഡിക്കലിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി കുടുംബത്തോടൊപ്പം വിടുക എന്നതാണ് പോലീസിൻ്റെ നടപടിക്രമം. അത് പൂർത്തിയാക്കി വിഷ്ണുജിത്തിനെ അച്ഛനൊപ്പം വിടുകയും ചെയ്യും. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളും പൂർത്തിയാവുകയും ചെയ്യും. ശരി, അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.